കാർഡ് റിപ്പയർ ചെയ്ത് ശരിയാക്കി അതിന്റെ കാസറ്റ് ഒട്ടിച്ച് ഇതിനകത്ത് ഇട്ടുണ്ട്. ഇനി കാസറ്റ് കുരുങ്ങി പരങ്ങി എന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ തന്നാൽ ഇത് ഞാൻ തല്ലി പൊളിച്ച് കുതിരക്ക് ടേപ്പ് കാർഡ് ഫ്രൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കാസറ്റ് ഓൺ ചെയ്യടാ. ഗായത്രിയാണോ? ശരീരത്തിന്റെ മുൻവശം കണ്ടിട്ട് ഗായത്രി ആണെന്ന് തോന്നണേ. അയ്യോ പോയി പോയി പോയി. ടേപ്പ് കാർഡ് പിന്നെയും പോയി. അവളും പോയി. എടാ സാധാ പെമ്പിള്ളേരുടെ നമ്പറാണ് ഈ കൊറിയർ സർവീസ് വഴി പൂച്ച അയക്കുന്നത്. എനിക്ക് അവളെ സംശയമുണ്ട്. വിളഞ്ഞ വിത്താവൾ. അത് കറക്റ്റ്. പക്ഷേ ഈ ചുറ്റിക്കളിക്കൊന്നും നിൽക്കാതെ ഏതവളായാലും അവൾക്ക് മുന്നോട്ട് വന്ന് ധൈര്യമായിട്ട് പറഞ്ഞൂടെ, ചേട്ടാ ഐ വുഡ് ലൈക്ക് ടു മാരി യു എന്ന്. എടാ അതിലെന്താ ഒരു ത്രില്ല്? കണ്ടുപിടിക്കണം. എന്നിട്ട് പൂച്ചക്കുഞ്ഞിനെ തൂക്കിയെടുക്കും പോലെ ആ കൂട്ടത്തിൽ നിന്ന് അവളെ ചെവിക്ക് പിടിച്ച് തൂക്കിയെടുത്ത് മുന്നോട്ടിട്ട് മുഖത്ത് നോക്കി ചോദിക്കും, ഓർമ്മയുണ്ടോ ഈ മുഖം? അതല്ലടാ മോളെ ദുബായിലേക്ക് പെട്രോൾ കയറ്റി അയക്കല്ലേ എന്ന്. അല്ല ഇങ്ങനെ ചോദിക്കണം, ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലേടി മോളെ. അതെങ്ങനെയാടാ സിറ്റുവേഷൻ മാച്ച് ആവുന്നത്? ആവുന്നില്ല അല്ലേ? എന്നാ പിന്നെ എന്ത് പിണ്ണാക്കെങ്കിലും പറയാം. ആദ്യം അവൾ ആരാണെന്ന് അറിയണം. എന്നിട്ട് കഴിയുന്നതും വേഗത്തിൽ അവളെ കെട്ടുക. മുത്തശ്ശന്റെ കംപ്ലീറ്റ് ക്യാഷുകൾ അടിച്ചു മാറ്റുക, കടങ്ങൾ വീട്ടുക. എന്നിട്ട് ഒരു അടിപൊളി ഫാം. ആഹാ, അകട്ടിൽ മെഷീൻ വെച്ച് കിടക്കുന്ന 100 കണക്കിന് പശുക്കൾ. അമുൽ കമ്പനി പൂട്ടിച്ചിട്ടേ എനിക്കൊരു വിശ്രമമുള്ളൂടാ. എടാ പൊട്ടൻ ചങ്കു, ആദ്യം അവൾ ആരാണെന്നറിയും, എന്നിട്ട് ആലോചിക്കാൻ അമുൽ ടിൻ പൊട്ടിക്കുന്ന കാര്യമൊക്കെ. അതെ, ബോറം പരിപാടിയാണെങ്കിൽ കൂവാലോ, അതിന് ടാക്സ് ഒന്നുമില്ലല്ലോ. അങ്ങനെ തന്നാൽ കഴിയുന്ന വിധം ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. നമുക്ക് തുടങ്ങാം. ആരാണ് ആദ്യമായിട്ട് പാട്ട് പാടാൻ മുന്നോട്ട് വരുന്നത്? ഒരു കർട്ടൻ റൈസർ പോലെ മോനായിയുടെ ചെറിയ. അതെ, എന്റെ ഒരു ചെറിയ റൈസർ. പക്ഷെ രവി സാറിനെ സഹായിക്കണം. ആനയെ കാണിച്ചതല്ല മോളെ, ഇനി എലീനെ കാണിക്കാട്ടോ. പൂച്ചകളുടെ ശല്യം സഹിക്കവയ്യാതെ ഒരു പാവമെലി തന്റെ ഇഷ്ടദേവനായ ഗണപതി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതാണ് മോനായി കാണിക്കുന്നത്. അതെ, ഈ എലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ അവസാനം ദേ പൂച്ച എന്ന് പറയുമ്പോ ഈ എലി പേടിക്കും. അപ്പൊ എലിയുടെ മുഖം നമുക്ക് കാണേ തുടങ്ങാം. റെഡി സാർ? റെഡി. സർവേശ്വരനായ പരമേശ്വരന്റെ പുത്രനെ ഗണപതി ഭഗവാനെ, അവിടെ നീ സാധുവിനെ രക്ഷിക്കണേ. നാട്ടിൽ മാർജാരത്തെണ്ടികളുടെ ശല്യം വല്ലാതെ ഇൻക്രീസ് ആയിരിക്കുന്നു. അവിടെ നീ റാസ്കൽസിനെ വാനിഷ് ചെയ്തില്ലെങ്കിൽ അവർക്കെതിരെ എനിക്ക് ക്രൂവലായിട്ടുള്ള റിവെഞ്ച് നടപടികൾ സ്വീകരിക്കേണ്ടി വരും. ഇനി നമുക്ക് പാട്ടിലേക്ക് കിടക്കാം. അല്ല മോനായി ഇപ്പൊ ഒരു നമ്പർ അവതരിപ്പിച്ചതല്ലേ ഉള്ളൂ. ഇനി നിങ്ങൾ ആരെങ്കിലും ഒരു പാട്ട് പാട്. അതെ, ആരാന്ന് വെച്ചാൽ വേഗം മുന്നോട്ട്. എനിക്ക് മനസ്സിലായി സാറുമാരുടെ ഐഡിയ. മറ്റേ കാസറ്റിൽ പാടിയ പാർട്ടി. ആ ലോറൻസ് അവന്റെ മുതലാളി വരുന്നുണ്ട്. രവി സാറ് കുറെ കാശ് കൊടുക്കാനോ? ഡെന്നീസ് കാശ് കൊടുക്കാനുള്ള. ഡെന്നി സാറ് കുറെ കാശ് കൊടുക്കാനുള്ള പാർട്ടിയാ. സാറേ മുതലാളി. സാറേ ഞാനാ മുതലാളി. അവിടെ നിന്നേ പാടോ. അത് പക്ഷെ ഓവറായാൽ ഈ മോനിക്ക് ഫീൽ ചെയ്യും. അത് കുഴപ്പമില്ലല്ലോ. ഫീലിങ്സ് വരട്ടെ. അപ്പൊ അവര് രണ്ടുപേരും മോനായിക്ക് സ്മോൾ തരില്ലല്ലേ? മാസത്തില് 3 പകുതി. മോനായി അവര് കാണാനടുത്ത് അടിച്ചൂടെ? എന്റെ സാറുമാരായതുകൊണ്ടുള്ള സ്നേഹം കൊണ്ട് പറയാൻ തെറ്റിദ്ധരിക്കരുത്. ചെണ്ടികളാ രണ്ടുപേരും. കുപ്പിയിൽ മാർക്ക് ഇട്ട് അതിന്റെ അളവ് കുറഞ്ഞാൽ എന്നെ കുനിച്ചു നിർത്തി കുമ്പത്താറ് ചാമ്പ് ചാമ്പും. ഡെന്നിസ് മഹാബോറനല്ലേ? അവര് തമ്മിൽ കോമ്പറ്റീഷൻ അല്ലേ? അവരിൽ ആരാണ് കൂടുതൽ ബോറന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തില്ല. എന്നാലും ഈ ഡെന്നിസ് എന്ന് പറയുന്നവനൊരു നാണമില്ല. ആരെ പറഞ്ഞ? എന്നാല് ഡെന്നിസ് സാറിന്റെ ട്രൗസർ ഒരു പോയിട്ട് നാളെ വന്നത് ആ നാണല്ല. ഇങ്ങനെ ചുമ്മാ വർക്കിംഗ് പാർട്ട്ണറാന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഇങ്ങനെ. അതെ, നമുക്ക് ആ ഏരിയയിലേക്ക് കൂടുതൽ പോകണ്ട. അങ്ങോട്ട് പോയാൽ ചിലപ്പോ ഇൻഡീസെന്റ് ആവും. എന്തായാലും രവിയേട്ടൻ പറഞ്ഞു അവനെ പിരിച്ചുവിടാൻ പോവാന്ന്. ഡെന്നിസിനെ അവനുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് മതിയാക്കുകയാണ്. ബോറൻ ഡെന്നിസ്, തെണ്ടി ഡെന്നിസ്. ഞാൻ പറഞ്ഞുട്ടോ, ഇനി ആ ഏരിയയിലേക്ക് പോയാൽ ഞാൻ വൃത്തികെട്ടവനാവും. ഡെന്നിസിനെ പറ്റി പറയുമ്പോ മോനായിക്ക് എന്തിനാ ഫീലിങ്സ്? മോനായുടെ മുതലാളി രവിശങ്കർ അല്ലേ? രവിശങ്കർ അവനെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട കേട്ടോ. പറയാൻ നട്ടലുള്ളവര് പറയണം. ഞാൻ പറഞ്ഞ ഞെട്ടും. എന്നെ ഞെട്ടിക്കാൻ മാത്രം മോനായി വളർന്നിട്ടില്ല മോനെ. ഞാൻ പറയും മോളെ. പറയാ, അല്ലാണ്ട് ഈ തെണ്ടി ഡെന്നിസ് മോളെയല്ല, തെണ്ടി നിങ്ങളുടെ രവിശങ്കറാ.
ഞങ്ങളുടെ ഡൽഹി സാറിന്റെ ആണ് ഈ ഫാമും ഈ വീടെല്ലാം. നിങ്ങളുടെ രവിശങ്കറിന് ഒരു മാങ്ങാത്തൊലില്ല. എന്തിനു പറയണ്? ഇവിടുത്തെ കുതിരച്ചാണം വരാനുള്ള ജോലിയില്ല കേട്ടോ. കളയണല്ല. നിന്നെ ആ ബാങ്ക് മാനേജർ അന്വേഷിക്കുന്നുണ്ടായിരുന്നല്ലോ, കണ്ട? ഇല്ല. സാറിന്റെ കറക്റ്റ് ഹൈറ്റ് എത്രയാന്ന് എന്നോട് ചോദിച്ചു. ഹൈറ്റോ? അയ്യോ, ഇനി അഗ്രികൾച്ചർ ലോണെങ്ങാനും പാസ്സായോ? ഏയ് അഗ്രികൾച്ചർ ലോണൊന്നല്ല. ഹൈറ്റ് കിട്ടിയാൽ കറക്റ്റ് സൈസിലുള്ള പെട്ടി ഓർഡർ ചെയ്യാനാവും. എന്തായി താത്തന്തു പേഴ്സണൽ പ്രോപ്പർട്ടീസ്? അതിനെ കുറിച്ച് നീ ഇങ്ങനെ വഴിക്കെ കാണുമ്പോഴൊക്കെ എന്നോട് ചോദിച്ചോടാ. പെൺകുട്ടി ആരാന്ന് കണ്ടുപിടിച്ച് ഇപ്പി കയ്യിലോട്ടിട്ട് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ട് കല്യാണം ഉടനടി നടന്നില്ലെങ്കിൽ ഇവൻ പറഞ്ഞ പോലെ ഞാൻ ഏതെങ്കിലും ഒരു പെട്ടിക്കകത്ത് കയറേണ്ടി വരും. ഓട്ടറാ. നീ ആ ലോറൻസിനെ കണ്ടോ? കണ്ടാ ഞാൻ എവിടെയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണേ. ഓട്ടറാ. സാറേ, ഈ ലോറൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴേ എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വന്നു. നമ്മുടെ രവി സാറിനെ പ്രേമിക്കുന്ന പെങ്കൊച്ചെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. അത് നമ്മുടെ പാർട്ടിയല്ല എന്നുള്ള ഉറപ്പെങ്കിലും നമുക്ക് കിട്ടണ്ടേ? ശരിയാടാ, കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചേ പറ്റൂ. എങ്ങനെ? എങ്ങനെയാണോ? നേരിട്ട് മുഖത്തോക്കി കാര്യം ചോദിക്കണം. അങ്ങനെ എനിക്ക് വയ്യ. ഇത് കണ്ടുപിടിക്കാനായിരുന്നു ചേട്ടന്മാര് രണ്ടും കൂടെ പൂച്ച പാട്ടെന്നൊക്കെ പറഞ്ഞ് കറങ്ങി നടന്നേ. ഇത്തരം കേസൊക്കെ കയ്യിൽ കിട്ടിയാൽ ആമയെ വിളിക്കണ്ടേ? കയ്യോടെ പിടിച്ച് മുന്നിലേക്ക് ഇട്ട് തരും. മതി, ഡയലോഗ് നിർത്ത്. എനിക്കറിയേണ്ടത് ആമിയാണോ അത് അയച്ചതെന്നാണ്. ഈ മനുഷ്യ, എനിക്കൊരാളോട് പ്രേമം തോന്നി നോക്കിയാ ഞാൻ നേരെ മുഖത്ത് നോക്കി കാര്യം പറയും, അല്ലെങ്കിൽ ടെലിഫോൺ എടുക്കും. ഹലോ ചേട്ടാ, എനിക്ക് ചേട്ടനോട് ഭയങ്കര പ്രേമമാണ്, പ്രേമം കാരണം എനിക്ക് ഇരിക്കു പുറത്ത് കിട്ടുന്നില്ല എന്ന് നേരിട്ടങ്ങ് പറയും. ഇത് കൊറിയർ സർവീസ് വഴി പൂച്ച അയക്കുക, അതിനകത്തൊരു കാസറ്റ്, അതിലൊരു പാട്ട്. അതൊക്കെ ഇക്കാലത്തെ ചോക്ലേറ്റ് പെമ്പിള്ളേര് ചെയ്യും. അതിൽ ആമി പെടില്ല. ഐ എം വെരി സോറി. അപ്പൊ ആമിയല്ല, അത് മതി. ആമി ആവാതിരിക്കാൻ എന്ന് പറഞ്ഞില്ല. ആമി ആവില്ലെന്ന് എനിക്ക് വിശ്വാസമായിരുന്നു. അല്ല, ഡെന്നിസിന് ഇക്കാര്യത്തിൽ ഇത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ? രവിയോട് പ്രോമിസ് ചെയ്തിരുന്നു കണ്ടുപിടിച്ച് കൊടുക്കാമെന്ന്. ആരാന്ന്? ഓക്കേ, ഐ ഹെൽപ് യു. ഏയ്, എവിടുന്നായി കൊറിയർ അയച്ചത്? ആ അഡ്രസ്സിൽ ഇപ്പൊ മോനായി കൊണ്ടുപോയി തൊലച്ചു. ആ അന്നത്തെ ഒരു എക്സൈറ്റ്മെന്റിൽ ഞങ്ങളൊന്ന് വിട്ടുപോയി. അതറിഞ്ഞ ഈസി ആയിരുന്നു. ഇപ്പോ ഹൈദരാബാദിൽ നിന്നാണെങ്കിൽ അപർണ, ഡൽഹിയിൽ നിന്നാണെങ്കിൽ ഗായ, അങ്ങനെ പിടിക്കാം. ഏതായാലും മോനായിയോട് ഗാർബേജയും തപ്പിയെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ പെൺപിള്ളേര് കൊള്ളാലോ. അതിൽ ആരായാലും എനിക്ക് ഒരു സൂചനയും കിട്ടിയിട്ടില്ല. ആരായിരിക്കും ഒരു പിടി കിട്ടിയോ? ആ ചപ്പും ചവറ് കൂരയുടെ ഉള്ളിൽ കിടന്ന് ഇറങ്ങി മനുഷ്യൻ. ഇത് തന്നെ. എവിടുന്ന? അഡ്രസ് കണ്ട അഡ്രസ്സാ, ആളിന്റെ പേരും. പക്ഷെ സ്ഥലം കിട്ടി. എടി ഭയങ്കര നീയോ? ആരാ പെണ്ണ്? വേഗം വരെ കാത്തില്ല ചായ, ഇനി ഒന്ന് 6 വരെ കാക്ക്. ഈ പെണ്ണിന്റെ ഒരു കാര്യം. നീ വായിച്ചോടാ അഡ്രസ്? പിന്നെ എവിടുന്ന? ജലന്ധർ. ജലന്ധർ? നീ വായിച്ചാണോ? എന്താ ജലന്ധറിന്റെ സ്പെല്ലിംഗ്? ക്യൂ ക്യൂ യു ആർ എസ് ടി ജലന്ധർ. സ്പെല്ലിംഗ് കറക്റ്റ് പറഞ്ഞാലും തല്ലോ. രവി, പ്രശ്നം പാതി പരിഹരിച്ചു. എന്ത് പ്രശ്നം? ഇതെന്താണ് നട്ടുച്ചയ്ക്ക് നിലവിളക്കും കൊളുത്തി വെച്ച്? നിനക്ക് ഭ്രാന്താ? ഡിസ്റ്റർബ് ചെയ്യാതെ പോടാ പുല്ലേ. എടാ, പൂച്ചയെ അയച്ചത് ജ്യോതിയോ ഗായത്രിയോ ആണ്. ആരായാലും എനിക്ക് വാഴക്കയാ. ഈ പോന്റെ ഡെന്നിസേ, ഞാനിപ്പോ ഇവിടെ ധ്യാനത്തിലാ. ധ്യാനത്തിന്റെ ഒടുവിൽ ഞാനൊരു പേര് പറയും. അവളെ ഞാൻ കെട്ടും. അവളെ ഞാൻ കെട്ടു. കട്ടായം. പൂച്ചയും പട്ടിയും എല്ലാം പോയി തുളയട്ടും തമ്പി. തെണ്ടുവായ മകനെ ഡെന്നിസേ. ഇത് കൈവിട്ട് പോയി മോനെ. 5 ಕಸಿನ್ಸ್ ನಲ್ಲಿ ಯಾರಾவது ಒಬ್ಬರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ತಾತಂದು ಪರ್ಸನಲ್ ಆಸ್ತಿ ಎಲ್ಲರಿಕೆ ಸಿಗುತ್ತೆ. വൃത്തികെട്ടവൻ. പറഞ്ഞോ? പറഞ്ഞു കാണത്തില്ല. എന്റെ മനസ്സിനകത്ത് ഞാൻ ഒളിപ്പിച്ചു വെച്ചത് അവളെന്തോ മറ്റോ കണ്ടില്ലെന്നോ. ഒടുക്ക എന്നോട് കിളി വർത്താനം പറഞ്ഞാൽ ദാണ്ടേ എന്റെ കൊണം തെറ്റുട്ടോ. എന്നാടാ കുറെ നേരമായിട്ട് മൊണാന്ന്? നിനക്ക് എന്നാ വേണം? പകലാ കൊച്ചിനോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞോ? എന്ത് കാര്യം? ദാണ്ടേ കിടക്കുന്നു. ഇപ്പൊ അങ്ങനെയായോ? പുല്ല എന്നാ കോപ്പി ചോദിച്ചോന്നാ? അമ്മയെ വിളിച്ചോണ്ട് വരുന്നതിന് മുമ്പ് അവൻ അവളെ കിട്ടാൻ തീരുമാനിച്ച കാര്യം ഞാൻ അവളോട് പറയണമെന്നാവും പറഞ്ഞു വെച്ച് പോയിരിക്കുന്നത്. മതി, ഇത്രയും മതി. എന്ത് മതിയെന്ന്? ഐ ലൈക്ക് യു എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം മലയാറ്റൂർ പള്ളിയിൽ പെരുന്നാളിന് പോരുന്നോന്നല്ലാന്ന് മോനായിക്ക് അറിയാൻ സാറേ. എടാ കോപ്പ, നിന്നെ ഞാനിന്ന്